करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। സ്നേഹനിധികളായ ശ്രീനാരായണ ഗുരുദേവ ഭക്തരെ, സജ്ജനങ്ങളെ, എല്ലാവർക്കും ഈശ്വരാനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാവാർഷിക ഗുരുപൂജ ഇന്ന് വെളുപ്പിന് 5 മണി മുതൽ ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായുള്ള വൈദിക കർമ്മങ്ങളെല്ലാം 9 മണിയോടെ സമർപ്പിച്ച് ഏതാണ്ട് 10:30 നിത്യചിന്മയി സ്വാമിനിയുടെ മനസ്സ് കുളിർപ്പിക്കുന്ന, ആത്മാവിനെ വിശുദ്ധീകരിക്കുന്ന സത്വചനങ്ങൾ ശ്രവിച്ചുകൊണ്ട് ഗുരുപൂജാ പ്രസാദം സ്വീകരിച്ച് നമ്മൾ പിരിഞ്ഞ് വൈകുന്നേരം നമ്മൾ വീണ്ടും ഈ ഗുരുസന്നിധിയിൽ സംഗമിച്ച് വിശേഷാൽ ദീപാരാധനയോടെ സമംഗളം ഈ ചടങ്ങുകൾ സമാപ്തമാവുകയാണ്. ഇനി തുടർന്ന് നടക്കേണ്ടത് പ്രാദേശികമായുള്ള പ്രതിഭാ പ്രകടനമാണ്. അതിനും എല്ലാവരുടെയും ശ്രദ്ധ വേണം. ഇതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ഒരു കാലത്ത് സഹിതമായിരിക്കുന്നത് സാഹിത്യം എന്ന് പറഞ്ഞിരുന്നു. സാഹിത്യം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇവിടെ പുലരേണ്ടത് ഈശ്വരഹിതമാണ്, ആയിരിക്കണമെന്നാണ്. ഈശ്വരഹിതം അതേതാണ്ട് സന്തുലിതമായിരിക്കും. നമുക്കൊരിക്കലും ഹിതമുണ്ടാകാറില്ല. മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമുക്കൊക്കെ ഇഷ്ടങ്ങളെ കാണും. ഇഷ്ടവും ഹിതവും തമ്മിലുള്ള വ്യത്യാസം, ഇഷ്ടങ്ങൾ നമ്മളുടെ ആഗ്രഹത്തിനും വാസനയ്ക്കും അനുസരിച്ച് വരും. ഹിതമാണെങ്കിലോ പൊതു മംഗളത്തെ മാത്രമേ അത് ലക്ഷ്യമിടുന്നുള്ളൂ. അതിൻ്റെ വ്യത്യാസം ഇതാ. പഞ്ചസാര രോഗിക്ക് മധുരം ഇഷ്ടമാണ്, പക്ഷെ അത് ഹിതമല്ല. ഇഷ്ടങ്ങളൊക്കെ ഒരിക്കലും ഗുണകരമാകണമെന്നില്ല. അതേസമയം ഹിതമാണെങ്കിലോ അത് ഗുണകരമായിരിക്കും. അത് നമ്മെ തൽക്കാലം അലവസരപ്പെടുത്തും, തൽക്കാലം നമുക്ക് വിഷമമുണ്ടാക്കും, പക്ഷെ ആത്യന്തികമായി അത് ഗുണമായിരിക്കും. എങ്ങനെ? അതിവെളുപ്പിന് എഴുന്നേൽക്കുന്നത് മിക്കവർക്കും ഇഷ്ടമല്ല. അതിഷ്ടമാണ്. ഹിതമോ? വെളുപ്പിന് എഴുന്നേറ്റാൽ അത് ശരീരത്തിന് നൽകുന്ന ഉന്മേഷവും ബുദ്ധിക്ക് നൽകുന്ന ഉണർവും അതാത്യന്തികമായി ഗുണമായിരിക്കും. ഹിതം എന്ന വാക്കിൽ നിന്നാണ് സാഹിത്യം എന്ന് ഉണ്ടായത്.
എന്ന് പറഞ്ഞാൽ സാഹിത്യം എപ്പോഴും ഹിതത്തോട് അഥവാ ഈശ്വര ഹിതത്തോട് നമ്മെ പിടിച്ച് നിർത്തുന്നതായിരിക്കണം, ചേർത്ത് നിർത്തുന്നത് ആയിരിക്കണം. ഇതുപോലെ തന്നെയാണ് കല. കലയെന്ന് പറഞ്ഞാൽ എന്താണോ നമ്മെ ലയിപ്പിക്കുന്നത് അതത്രേ കല. മനസ്സിന്റെ ലയമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മനസ്സെന്തിലാണോ ലയിക്കേണ്ടത് സംശയമില്ല അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു. ഏതിൽ? പരമാത്മാവിൽ. എന്താണോ നമ്മെ ആത്യന്തിക സത്യത്തോട്, ആത്യന്തിക ബ്രഹ്മസത്യത്തോട് ചേർക്കുന്നത് എന്നല്ല പറയുന്നത്, ലയിപ്പിക്കുന്നത്. ഇതിനെക്കുറിച്ച് രാമകൃഷ്ണ പരമഹംസർ പറയുന്നത് എന്താണ്? ഉപ്പുമാവ കടലിനെ ഇളക്കാൻ പോയി, പക്ഷെ ഇളക്കാൻ സാധിച്ചോ? കടലിനെ ഇളക്കാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല, എങ്ങനെ ഇളക്കാൻ പറ്റും? അത് കടലായി തന്നെ ചേർന്നു. എന്താണ്? അതിൽ ലയിച്ചു, അതായി തന്നെ തീർന്നു. ഇതുപോലെ ആയിരിക്കണം ഒരു ഭക്തന്റെ അവസ്ഥ. അത് ഭഗവാനിൽ ലയിക്കണം. പക്ഷെ എത്ര കലകളെന്നൊക്കെ പറയുന്നത് ഇതുപോലെ നമ്മെ മാനസികമായി തെളിക്കുന്നതും മാനസികമായി ഉണർത്തുന്നതും ആന്തരികമായും ബാഹ്യമായും നമ്മെ ഉയർത്തുന്നതും ആയിരിക്കണം. അതിലേക്ക് പ്രേരകമാകുന്നത്, അതിലേക്ക് വഴി കാണിക്കുന്നത് അതായിരിക്കണം കല. ആ അർത്ഥത്തിൽ നമ്മൾ ശ്രീനാരായണ സമൂഹത്തിന്, ഗുരുദേവ ഭക്തർക്ക് ഒരു വലിയ കടമയുണ്ട്. ഏതിനെയും വിശുദ്ധീകരിച്ചു ഗുരു. ആത്മീയതയിലാണെങ്കിൽ പറയുന്നത് നേരാം വഴി കാട്ടി, അതും ആദിമഹസ്സിലേക്ക്. അത് മാത്രമല്ല, അതിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. മനുഷ്യന്റെ ഭാവം, അവന്റെ പ്രകൃതം, അവന്റെ വേഷഭൂഷാദികൾ, ഭാഷയെന്നും കൂടെ പറയണമില്ലേ? ഗുരുവ് സ്പർശിക്കാത്തത് ഒന്നുമില്ല. ഇതെല്ലാം പണ്ടേ ഉള്ളതാണ്. വേഷവും പണ്ടുണ്ട്, ഭൂഷകളും പണ്ടുണ്ട്, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും അത് മനുഷ്യനെ ശുദ്ധീകരിച്ചിട്ടില്ല. ഇത് മനസ്സിലാകണമെങ്കിൽ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുക. നോക്കൂ, അക്ഷരങ്ങളെ അക്ഷര പരബ്രഹ്മം എന്നാണ് പറയുന്നതില്ലേ? ഒരിക്കലും ക്ഷരമുണ്ടാക്കാത്തതെന്തോ അത് അക്ഷരം. നോക്കൂ, 51 അക്ഷരം എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ നമ്മൾ വലിച്ചു നീട്ടി അത് ഇച്ചിരി കൂടി ഉണ്ട്. അങ്ങനെയല്ല, നമ്മൾ അടിസ്ഥാനപരമായി 51 അക്ഷരമുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. നോക്കൂ, ഈ അക്ഷരങ്ങൾ കൊണ്ടാണ് ശുഭവചനങ്ങൾ ഉണ്ടാകുന്നത്. ഇതേ അക്ഷരങ്ങൾ കൊണ്ട് തന്നെയാണ് അശുഭ വചനങ്ങളും ഉണ്ടാകുന്നത്. ഓർത്തു നോക്കൂ, അശുഭ വചനങ്ങൾക്ക് വേണ്ടി പ്രത്യേക അക്ഷരമാല ഉണ്ടോ? ഉണ്ടോ? എന്തൊരത്ഭുതം! ഈ 51 എണ്ണത്തിനെ വെച്ചുകൊണ്ടാണ് സകല പ്രാക്കും ഈ ലോകത്ത് നടക്കുന്നത്. ഈ 51 എണ്ണത്തിനെ വെച്ചുകൊണ്ടാണ് സകല പ്രാർത്ഥനകളും ഇവിടെ നടക്കുന്നത്. ഇത്രയൊന്നും മനസ്സിലാക്കിയാൽ മതി. ഏതിനെയും ഗുണകരമാക്കുമ്പോൾ, ചേരേണ്ടതിനോട് ചേർക്കുമ്പോൾ അത് ഇതാ അക്ഷരമാകുന്നു എന്ന് പറഞ്ഞാൽ ശാശ്വതമാകുന്നു. ഏതിനെയും വികലമായി ഉപയോഗിക്കുമ്പോഴോ അത് നമ്മെ സത്യത്തിൽ നിന്ന് അകറ്റിക്കളയുന്നു. ഈ ഒരു കാര്യം ഏറെ സമയമെടുത്ത് സമയം കിട്ടുമ്പോഴെല്ലാം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇവിടെ അടിസ്ഥാനപരമായിട്ടുള്ളത് സത്യം തന്നെയാണ്, ആനന്ദം തന്നെയാണ്, ഒരു സംശയവുമില്ല.
പക്ഷേ നമുക്ക് അപ്രാപ്യമായതും ഈ സത്തും ചിത്തും ആനന്ദവും തന്നെയാണെന്ന് ഓർത്തു നോക്കൂ. സത്തായിട്ടുള്ളതെന്ത്? അത് തൽക്കാലം നമ്മളതിനെ ഈശ്വരനെന്നോ ദൈവമെന്നോ പറയുക. അതിനെ ഉൾക്കൊള്ളുമ്പോൾ, ചിത്തിലാക്കുമ്പോൾ എങ്കിലേ അതിനൊരു പൂർണ്ണതയുള്ളൂ. അപ്പോ മാത്രമേ അതിനൊരു പൂർണ്ണതയുള്ളൂ. സത്തായിട്ടുള്ളതുണ്ട് എന്നതുകൊണ്ട് എന്ത് പ്രയോജനം? അത് ഉള്ളിലാകണം. അത് ചിത്തത്തിൽ സംശീകരിക്കണം. അങ്ങനെ വരുമ്പോഴാണ് എന്താണ് അതിൻ്റെ ഒരു അനുഭൂതി? എന്തുവാ? ആനന്ദം. ഇത് മൂന്നും ചേരുമ്പോഴാണ് സച്ചിദാനന്ദം ആകുന്നത്. ഇപ്പൊ ഇവിടെ ഉത്സവം എന്നാണ് പറയുന്നതില്ലേ? ഉത്സവം എന്ന് പറഞ്ഞാൽ എന്താണ്? മേലോട്ടുള്ള ഗതി ഉത്സവിക്കുകയാണെന്ന് പറഞ്ഞാൽ നിറഞ്ഞ് കവിയുകയാണെന്നാണ് കേട്ടോ. പല അർത്ഥത്തിൽ അത് എടുക്കാം. ചൈതന്യം കവിഞ്ഞൊഴുകുന്നു, സംതൃപ്തി അല്ലെങ്കിൽ ആനന്ദം കവിഞ്ഞ് ഒഴുകുന്നു. നിറവ, എന്തിൻ്റെയും പൂർണ്ണത നിറവ് ഇവിടെ സംഭവിക്കുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ തത്വത്തിലേക്ക് പിടിച്ചടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരന്തരീക്ഷം. മംഗളകരമായ ദർശനം മാത്രം, മംഗളകരമായ ശബ്ദങ്ങൾ മാത്രം, മംഗളകരമായ വിചാരങ്ങൾ മാത്രം, മംഗളകരമായ കാഴ്ചകൾ. നോക്കൂ, ഇതിനെ നമ്മൾ ബോധപൂർവം തന്നെ സൃഷ്ടിച്ചെടുക്കണം, ഒരുക്കിയെടുക്കണം. അതിനായിട്ടാണ് ഈ കാണുന്നതായ ഒരുക്കുകളും അലങ്കരണാദികളും ഒക്കെ നമ്മൾ ചെയ്യുന്നത്. അതിന് അനുരൂപമായ വിശുദ്ധി ഇവിടെ പാലിക്കുന്ന ശുചിത്വത്തെ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ? അത് ഒരിക്കലുമല്ല. ശാരീരികമായ മാനസികമായ ഒരു വിശുദ്ധീകരണമുണ്ട്. ഭഗവാനോട് സമീപിക്കുന്നതിനെ നാം ബാഹ്യമായും ആന്തരികമായും പാലിച്ചിരിക്കേണ്ട. അതിനെ ഒറ്റ വാക്കിൽ നൊയമ്പെന്ന് വേണേ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും. ആ രീതിയിൽ തയ്യാറെടുത്ത് തന്നെ ഒന്നോർത്തു നോക്കൂ. നല്ലപോലെ തെളിഞ്ഞ കണ്ണാടി, അത് സുതാര്യമാകും. തെളിഞ്ഞ ജലാശയം, അത് യഥാർത്ഥ പ്രകൃതിയെ തന്നെ അതിൽ പ്രതിഫലിപ്പിച്ച് കാണിക്കും. അതേസമയം മങ്ങിയതോ കലങ്ങിയതോ ഒരിക്കലും ഇതിന്റെ തനിരൂപത്തെ പ്രതിഫലിപ്പിക്കില്ല. ഇവിടെ ഇതാ ഐശ്വര്യത്തിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ പൂർണ്ണമായി വിളങ്ങുന്ന അവസ്ഥ. ഈശ്വരൻ പരിപൂർണമായി വിളങ്ങുന്നത് എപ്പോൾ? എല്ലാം അതിൻ്റെതായ കൃത്യതയിൽ വിരാജിക്കുമ്പോൾ. കൃത്യത, അതിൻ്റെതായ വിശുദ്ധി, അതിൻ്റെതായ ശ്രദ്ധ എന്നും കൂടിയുണ്ട്. ഇവിടെ ഇരിക്കുന്നു. ശ്രദ്ധ എവിടെയാ? ഈ പുള്ളി കാര്യം 7:30 എന്നൊക്കെ പറഞ്ഞു നിർത്തുവോ? വാ, തീർന്നില്ലേ? അപ്പോ ഇതിന് വല്ല അർത്ഥമുണ്ട്? ഇവിടെ ഇതാ 50% പക്ഷെ പൂർണ്ണത വരണമെങ്കിലോ ഇത് സാലോക്യം എന്ന് പറയും. സാലോക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുരുവിന്റെ ലോകം. അതിതാ വെടിപ്പായി നമ്മൾ ഒരുക്കിയിട്ടിരിക്കുന്നു. പിന്നെ ഇതാ സാമീപ്യം എന്ന് പറയും. ഇവിടെ നമുക്ക് ചേരുന്ന രീതിയിൽ ഇവിടെ ഒരുക്കപ്പെടണോ, അതോ ഇവിടെ ഒരുക്കപ്പെട്ട രീതിയിൽ നമ്മളായി തീർന്നോ? എന്താ വേണ്ടത്? ഗുരുവിന്റെ സന്നിധിക്ക് ചേരുന്ന രീതിയിൽ നമ്മൾ ഇവിടം സമീപിക്കണമോ, അതോ നമുക്ക് ചേരുന്ന രീതിയിൽ ഇവിടെ ഒരുക്കപ്പെടണമോ? ഏതാ വേണ്ടത്? അത്രയേ ഉള്ളൂ. സാമീപ്യം. പിന്നെ സാരൂപ്യം എന്നുണ്ട്. ആ രീതിയിൽ സമീപിച്ചാൽ ഏത് ദിവ്യരൂപത്തെ, അങ്ങനെയല്ലേ
പരമാത്മാവിന്റെയോ ദിവ്യ രൂപത്തെ അല്ലേ ധ്യാനിക്കുവാനാണ് നമ്മൾ ഇവിടെ വരുന്നതെങ്കിൽ ഗുരുവിന്റെ ലോകത്താണ് എത്തപ്പെടുന്നെന്നുള്ള ബോധം ആ ചിന്ത അണമുറിയാതെ കാത്തു സൂക്ഷിക്കുമ്പോൾ ഏതു രൂപത്തെ ധ്യാനിക്കുന്നു ആ സ്വരൂപം തന്നെ നമുക്ക് കൈവരുന്നു. അങ്ങനെയുള്ളവർക്ക് കിട്ടുന്നതാണ് സായുജ്യം, സമാധാനം എന്നെങ്കിലും നമ്മളൊന്ന് കരുതുക. അപ്പൊ ഒന്ന് ഓർത്തു നോക്കൂ, കേൾക്കുക, പറയുക, കേട്ടുകൊണ്ടേയിരിക്കുക, പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഇത് മിന്നാതെ വരില്ല. എത്ര നിഷേധികളായി കൊള്ളട്ടെ, എത്ര അജ്ഞാനികളായി കൊള്ളട്ടെ, ഇത് അജ്ഞാനിയുടെ ഉള്ളിലും ജ്ഞാനിയുടെ ഉള്ളിലും പ്രതിഭാസിക്കുന്നത് ഒരു ചൈതന്യം മാത്രമാണ്. അത് തെളിയണമെങ്കിൽ അതിന് പ്രത്യേകമായ ഒരു വരം തന്നെ വേണ്ടിവരും. കടുത്ത നിഷേധിയായിക്കൊള്ളട്ടെ, എന്താണ് ഈ പറയുന്നത് എന്നൊന്നറിയുവാൻ പരീക്ഷണാർത്ഥം വന്ന് കയ്യും കെട്ടി വിലക്ഷണമായി നിന്നെന്ന് പറഞ്ഞാലും അയാൾ അറിയാതെ തന്നെ അയാളുടെ ഉള്ളിൽ നന്മയുടെ ഈ വിത്ത് വീണ് കഴിഞ്ഞു, അയാൾ പോലും അറിയുന്നില്ല. ഒരു വേള ആ വിത്ത് മുളയ്ക്കാതെ വരില്ല. ഈ ജന്മത്തിലല്ല എങ്കിൽ അടുത്ത ജന്മത്തിലെങ്കിലും ഇതിന് മുളയ്ക്കാതിരിക്കാൻ നിർവാഹമില്ല. എത്രയോ പുരാണ കഥാപാത്രങ്ങളുടെ പൂർവ ചരിത്രം നമ്മൾ നോക്കിയാൽ, നാരദനാണെങ്കിലോ നാരം ദാനം ചെയ്യുന്ന അറിവിനെ വികിരണം ചെയ്യുന്ന ആളായിട്ടാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഒരു അതിലേക്കൊന്നും കടക്കുന്നില്ല കേട്ടോ. ഒരു പൂർവ ചരിതമുണ്ട്. അപ്പോൾ അവിടെ ഇതുപോലൊരു നിമിത്തമുണ്ടാകുന്നുണ്ട്. ഇനി വേണ്ട, പരിചിതമായ ഒരു കഥാപാത്രമുണ്ട്. ആദികാവ്യം എഴുതിയ ആരാണ്? വാൽമീകി മഹർഷി. ആരായിരുന്നു ആ ജന്മത്തിൽ? ആ ജന്മത്തിൽ തന്നെ നീചനായ ഒരു പിടിച്ചുപറിക്കാരനായിരുന്നു. പക്ഷേ വക്കത്തിരിവ് എന്ന് നമ്മൾ പറയും, വിവേകമുണ്ടാകുവാൻ ഒരു നിമിത്തമുണ്ടായി. ഇതുപോലുള്ള നിമിത്തങ്ങൾ ആരുടെ ജീവിതത്തിലും സംഭവിക്കാൻ മേലാഴുകയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, വിശുദ്ധ സ്ഥലങ്ങളിൽ വിലക്ഷണമായിട്ടാണെങ്കിലും ഒന്ന് എറിയാൻ വേണ്ടിയാണെങ്കിലും അങ്ങോട്ടൊന്ന് ചെന്നാൽ തൽക്കാലം നമ്മൾ നോക്കുമ്പോൾ പാപമെന്ന് തോന്നും. അങ്ങനെ ഒരു കർമ്മത്തിലേക്ക് ഒരു നിമിഷമെങ്കിലും വിപരീത മനസ്ഥിതിയിലാണെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാൽ, അറിയണമെന്നല്ല പറഞ്ഞത് കേട്ടോ. ഇതൊക്കെ പെട്ടെന്ന് ഉൾക്കൊള്ളും കേട്ടോ. അതല്ല പറഞ്ഞത്. വിശുദ്ധ യജ്ഞസ്ഥലങ്ങളുടെ പ്രത്യേകതയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഒരു കാര്യവും കൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അതൊരു ചോദ്യമാണ്. നമുക്ക് ഗുരുദേവനെ ഗുരു എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പം വന്ന ആദരവ് കൂടിക്കൂടി ഗുരു എന്ന് പറഞ്ഞാൽ അതൊരു കുറവായിട്ടാണ്. അതിന് വിശേഷണങ്ങൾ കൂട്ടി ചേർത്ത് പറഞ്ഞില്ലെങ്കിൽ നമുക്കൊരു ഗുരുവിനെ വില കുറയ്ക്കുന്നത് പോലൊരു ചിന്താഗതി ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്. ഇവിടെ പറയുന്നു, ന ഗുരുവോരധികം തത്വം, ഇതിൽ മീതെ ഒരു തത്വമില്ല. ന ഗുരുവോരധികം തപഃ. ഇങ്ങനെയൊക്കെ എത്രയോ ആപ്തവാക്യങ്ങൾ നമുക്ക് കൺമുമ്പിലുണ്ട്. ഗുരു എന്ന് പറഞ്ഞാൽ ഏറ്റവും മുന്തിയത്, ഏറ്റവും മുറ്റിയത് എന്നുകൂടി പറയാം. എന്ന് പറഞ്ഞാൽ എന്തെല്ലാം സദ്ഗുണങ്ങളുണ്ടോ, ദുർഗുണങ്ങളല്ല കേട്ടോ, രണ്ടും പറയാം. ദുർഗുണങ്ങൾ പൂർണ്ണമായും ഒഴിഞ്ഞ അവസ്ഥ, ഒരു
കടുകോളമെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു അണുവോളമെങ്കിലും ദുർഗുണം ശേഷിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പൂർണ്ണതയില്ല. മറിച്ച് ഇതാ പൂർണ്ണമായും ദുർഗുണങ്ങൾ ഒഴിഞ്ഞ അവസ്ഥയിൽ മാത്രമേ സദ്ഗുണങ്ങൾക്ക് പൂർണ്ണമായും ഒരിക്കലും വറ്റാത്ത രീതിയിൽ, ഒരിക്കലും മറയാത്ത രീതിയിൽ ഇങ്ങനെയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നിത്യ ശുദ്ധ മുക്ത മഹാത്മാവെന്ന് പറയുന്നത്. മുക്തി ഏതിൽ നിന്ന്? ഇതാ അരുതാത്ത എല്ലാ കാര്യങ്ങളിൽ നിന്നും, അരുതാത്ത സകലതിൽ നിന്നും ഉള്ള മുക്തി. അതുകൊണ്ടാണ് ശുദ്ധനായത്, അതുകൊണ്ടാണ് ഭഗവാനായത്. എങ്ങനെ? നമോ, നമ്മളെല്ലാവരും നമിച്ചു പോകുന്നത് എങ്ങനെ? നമോ ഭഗവതി എന്ന് വിളിച്ചു പോകുന്നത്. അതിന്റെ കാരണം എന്ത്? നിത്യനാണ് അവിടുന്ന്, ശുദ്ധനാണ്, നിത്യശുദ്ധ മുക്തൻ ആയതുകൊണ്ട് അവിടുന്ന് മഹാത്മനാണ്. അതുകൊണ്ടാണ് ഭഗവാനെ എന്ന് പറയുന്നത്. ഭഗവാൻ എന്ന് പറഞ്ഞാൽ സകല ഗുണങ്ങളും പൂർണ്ണമായിരിക്കുന്നവൻ. ആ ഗുണങ്ങൾ കഴിവില്ല, അത് ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെയിരിക്കും. ഒരിക്കലും അതിന് ശോഷണമില്ല. എങ്ങനെ? പൂർണ്ണമേവ, അത് പൂർണ്ണമായി തന്നെ ശേഷിക്കും. മറ്റതങ്ങനല്ല. ഉപയോഗിക്കും തോറും കുറഞ്ഞു വരികയല്ലേ ചാർജ്, പിന്നെ ടെൻഷനാകും കുത്തിവെച്ചില്ലെങ്കിലില്ലേ. ഇതങ്ങനാണോ? ഒരിക്കലും ചാർജ് ചെയ്യേണ്ടതില്ല. ഇത് പൂർണ്ണമാണ്. ഇതിനെ സമീപിക്കുന്ന നാമും ആഗ്രഹിക്കേണ്ടത് ആ പൂർണ്ണതയാണ്. നമുക്കും വിശ്വാസത്തോടെ ഒരിക്കൽ പറയാൻ സാധിക്കണം, ഇത് പൂർണ്ണമാണ്, ഇതും പൂർണ്ണമാണ്. അതിൽ നിന്നാണ് ഈ പൂർണ്ണതയുണ്ടായത്. അതിൽ നിന്ന് ഈ പൂർണ്ണത ഇങ്ങോട്ട് തന്നതുകൊണ്ട് അവിടെ അത്ര ഇതാ ഒരു കുടത്തിൽ നിന്നൊരു ഒരു 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 കപ്പ് വെള്ളം എടുത്തപ്പ അത്രയും താണില്ലേ? അങ്ങനെ താഴുവോ? ഒരിക്കലും താഴില്ല. എത്രമേൽ കൊടുത്താലും പൂർണ്ണമേവ അവശിഷ്യത. ഇങ്ങനെ പൂർണ്ണതയിൽ വിരാജിക്കുന്നത് എന്തുണ്ടോ അതിനെ നമ്മൾ ഗുരുത്വം എന്ന് പറയും. ഗുരു ഈ നിലയിലെത്തിയ കാര്യം ആദ്യം അറിഞ്ഞത് അല്ലെങ്കിൽ പറഞ്ഞത് ആരാ? ശാന്തി. ഇനി ഇച്ചിരൂടെ വ്യക്തമായിട്ട് ചോദിക്കുക, അതോടെ അവസാനിക്കുക കേട്ടോ. 2-3 മിനിറ്റേ ഉള്ളൂ. ഗുരുവിനെ ഗുരുവെന്നാദ്യം വിളിച്ചതാരാ? സതീഷ് സാറേ, ഗുരുവിനെ ഗുരുവെന്നാദ്യം വിളിച്ചത് ശ്രീനാരായണ ഗുരുവിന്റെ കാര്യമാണ് ചോദിച്ചത്. ആരും വിളിച്ചില്ല. കാരണം അറിയില്ല. ഗുരുത്വം എന്തെന്ന് എങ്ങനെ അറിയും? ഗുരു സ്വയം പ്രഖ്യാപിച്ചതാണ്. 1888 അരുവിപ്പുറം പ്രതിഷ്ഠ നടക്കുന്നു. അരുവിപ്പുറം പ്രതിഷ്ഠാനന്തരം ക്ഷേത്ര സ്ഥാപനത്തിനും അവിടെ ആശ്രമ സ്ഥാപനത്തിനും വേണ്ടി ഒരു പൊതുജന സഹകരണം തേടുന്നു. അതിനുവേണ്ടി അന്നത്തെ കാലത്ത് നാഗർകോവിലെങ്ങാണ്ട് ഒരു അച്ചുകൂടത്തിൽ കല്ലച്ചിൽ അടുപ്പിക്കുന്ന അന്നത്തെ ശാസ്ത്ര സാങ്കേതികം അതൊക്കെയായിരുന്നു കേട്ടോ. അന്നത്തെ സകല ശാസ്ത്ര സാങ്കേതികതകളും ഗുരു അവലംബിച്ചിട്ടുണ്ട്. ആദ്യമായി ഗുരുവിന്റെ പേരിലിറങ്ങുന്ന വിജ്ഞാപനം ഈ ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധിക്കും ആശ്രമ സ്ഥാപനത്തിനും സന്മനസ്സുള്ളവരുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ആ വിജ്ഞാപനം ഇറക്കുന്നതിൻ്റെ അടിയിൽ, ഇവിടുത്തെ നോട്ടീസിലൊക്കെ അടിയിൽ പ്രസിഡന്റ് സെക്രട്ടറി എന്നൊക്കെ എഴുതുകയല്ലേ, ആ വിജ്ഞാപനത്തിന്റെ അടിയിൽ ആരാണോ ഇത് വിജ്ഞാപനം ചെയ്തിരിക്കുന്നത് ആ ആളിന്റെ പേര് ചേർത്തിരിക്കുന്നത് എന്താണെന്നറിയാമോ?
നാരായണ ഗുരു. അങ്ങനെയാണ് ഗുരു ശബ്ദം ആദ്യമായി വരുന്നത്. അവിടുത്തെ ഗുരുത്വം അവിടുന്ന് തന്നെ തിരിച്ചറിഞ്ഞ് അവിടുന്ന് തന്നെ സ്വയം അത് പ്രകാശിപ്പിച്ചതാണ്, മറ്റാരും വിളിച്ചതല്ല. ഇതിനെ അഹംഭാവമെന്ന് തോന്നാറുണ്ടോ? സ്വയം കേറിയങ്ങ് അല്ലേ, ഞാൻ മാന്യനാണെന്ന് ഞാൻ പറഞ്ഞാല് നിങ്ങൾ ചിരിക്കും. അതും 4 പേര് പറയുമ്പോ അത് ശരിയാകും. പക്ഷെ ഗുരുത്വത്തില് അങ്ങനെയല്ല. നാം ശരീരമല്ല അറിവാകുന്നു എന്ന ആ വെളിപ്പെടുത്തൽ അഹംഭാവം നമുക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഇതുപോലെ തന്നെ കരുതിയാൽ മതി. ഇത് മനസ്സിലാക്കുവാൻ അന്നത്തെ അന്തേവാസികളായിരുന്ന 2 പേർക്ക് സാധിച്ചു. ഒന്ന് ശിവലിംഗ ഗുരു എന്ന് പറയും. അതിനെയും ഗുരുവായിട്ട് നമ്മൾ കാണണം. കാരണം വിദ്വാനേവ വിനാജാതി വിദ്വജ്ജന. ഒരു വിദ്വാനെ അറിയണമെങ്കിൽ മറ്റൊരു വിദ്വാനെ സാധിക്കും. അതുകൊണ്ട് ഗുരുവിന്റെ ഗുരുത്വം തിരിച്ചറിഞ്ഞയാളെ ഗുരുവെന്നല്ലാതെ നമ്മൾ എങ്ങനെ വിളിക്കും? അതും ഒരു ഗുരു തന്നെയാണ്. ആദിമഹസ്സിലേക്കുള്ള നേരായ വഴി കാട്ടി ഈ ഗുരുവെങ്കിൽ ഗുരുവിലേക്കുള്ള നേരായ വഴി കാട്ടി ശിവലിംഗദാസ സ്വാമികൾ. അവിടുന്ന് ഇനി അത് പറയേണ്ട കാര്യമില്ല, ഗുരുഷക്കത്തിലൂടെ അത് വെളിപ്പെടുത്തി. തുടർന്നിതാ ഏതാണ്ടൊരു 4-5 കൊല്ലമെടുത്തില്ല ഇവിടെ കുമാരനാശാൻ രണ്ടാമതിതാ ഗുരുശബ്ദം വരുന്നത്. അപ്പൊ നോക്കണം, നാരായണ ഗുരു സ്വന്തം കൈപ്പടയിൽ നാരായണ ഗുരു എന്നെഴുതിയപ്പോൾ വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ടായിരുന്നു. അത് പേര് മാത്രമായിരുന്നില്ല, അവിടുത്തെ ഒപ്പും അത് തന്നെയായിരുന്നു. സ്വയം അവിടുന്ന് പ്രഖ്യാപിച്ചതാണ് ഇത്. പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിളംബരം, നമ്മൾ ഇന്ന് രാജകീയ വിളംബരം പുറപ്പെടുവിക്കുന്ന പോലെ ചണ്ടകൊട്ടി അടിച്ചു എന്നാണോ? അല്ല. ഇവിടെ ഇതാ രണ്ടാമത് ആശാനിൽ നിന്ന് വരുന്നത്. ശാങ്കര ശതകം എഴുതിയപ്പോൾ അത് ആ ശ്ലോകം തന്നെ പല കൃതികളിൽ വരുന്നത് കൊണ്ട്, പക്ഷെ ആദ്യമായി പ്രസിദ്ധീകരിച്ച ആശാന്റെ ഒരു സ്തോത്രകൃതിയിൽ പ്രഥമമായി വന്ദിക്കുന്നത് ഗുരുവിനെയാണ്. പ്രസിദ്ധമായ ശ്ലോകം എല്ലാവർക്കും അറിയാം. എന്താണ്? അണകവിയും നഴലാഴി ആഴുമെന്നിൽ പ്രണയമുദിച്ചു കവിഞ്ഞു പാരവശ്യാൽ അണികരമേകി അണഞ്ഞിടുന്ന നാരായണ ഗുരു നായകൻ എന്റെ ദൈവമല്ലോ. അപ്പോൾ ഇത് വിശേഷിച്ചെല്ലാവരും ഒന്ന് മനസ്സിൽ കുറിക്കുക. അവിടുന്ന് ഗുരുത്വത്തിലേക്ക് എത്തപ്പെട്ടു എന്ന് മാത്രമല്ല, ആ ഗുരുത്വത്തെ അവിടുന്ന് സ്വയം പ്രഖ്യാപിച്ചു. ആ നാമത്തിന് മാറ്റമുണ്ടായില്ല, മാറ്റമേ ഉണ്ടായില്ല. നാരായണ നാമം, ആ തിരുനാമ വ്യാപാരം ഇന്നും തുറന്നുകൊണ്ടേയിരിക്കുന്നു. ആ നാരായണ ശബ്ദം. ഇപ്പം വാക്കിന്റെ കാര്യം രാവിലെ സ്വാമിനിയമ്മ പറഞ്ഞില്ലേ, വാക്കിനൊരു സന്തോഷം ഉണ്ടായത്. ഇവിടുന്ന് നല്ലത് വന്നപ്പോഴല്ലേ, എടാ എനിക്കും ഇരിക്കാനൊരു നല്ല ഒരു ഇരിപ്പടം കിട്ടി സരസ്വതിയില്ലേ. നോക്കൂ, നാരായണ ശബ്ദം. എത്രയോ നാരായണന്മാരുണ്ടായി, ആദിനാരായണൻ, നരനാരായണന്മാർ വരെ. പക്ഷെ നാരായണ ശബ്ദത്തിന് ഒരു തൃപ്തി കിട്ടിയത് ഇത് ഗുരുവിനോട് ചേർന്നപ്പോഴാണ്. നാരം അറിവ്, നാരം അറിവ്. അയനമെന്നാൽ ഉറവിടം, അറിവിന്റെ ഉറവിടമെന്നത്ര അതിന്റെ അർത്ഥം. പക്ഷേ ഗുരു വെളിപ്പെടുത്തിയപ്പോൾ ഞാൻ അറിവിന്റെ ഉറവിടമാകുന്നു എന്നാണോ പറഞ്ഞത്? നാം ശരീരമല്ല, അറിവിന്റെ ഉറവിടമാകുന്നു എന്നാണോ പറഞ്ഞത്? അയ്യോ, അറിവിന്റെ ഉറവിടമല്ല, പിന്നെയോ അറിവാകുന്നു. അത്രോ എത്തിപ്പിടിക്കാൻ നമ്മളെ കുറച്ചുകൂടി ഉയർന്ന് ഉയർന്ന് പറക്കേണ്ടിയിരിക്കുന്നതിന് സാധിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയിൽ
നമുക്കൊരു തട്ടിങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നു, നമുക്കതും കൂടി ഒന്ന് നിറയ്ക്കണം. പുസ്തകം കൂടുതൽ അങ്ങനെ സൂക്ഷിക്കുകയൊന്നും വേണ്ട. ഇച്ചിരി കൈപ്പാടും മടക്കും ചുളിവും ഒക്കെ പറ്റുന്നത് കൊണ്ട് ദോഷമൊന്നുമില്ല. ഇത് കേട്ടോ, ഇത്രയും ഭംഗിയായിട്ട് അന്ന് വന്നപ്പം കണ്ട പോലെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. ദൈവമേ, പറഞ്ഞല്ലോ, ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിനെ വ്യവഹരിക്കുമ്പോഴാണ് അതിനൊരു ജീവൻ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇന്ന് ഓർത്തു നോക്കൂ. ഒരു കാലത്ത് എന്തും അറിയുന്നത് 24 മണിക്കൂറിന് ശേഷം പത്രം വരുമ്പോഴല്ലേ, അത് കുത്തിയിരുന്നു വായിക്കുമായിരുന്നു. ഇന്ന് ഞൊടിയടയിൽ മുന്നേ കാണും. ഇന്ന് പക്ഷേ ഇത്രയും സൗകര്യങ്ങളുണ്ടായിട്ടും സമയം ഇല്ല. അന്നത്തെ കാലത്തെ പോലെ വിശ്രമവും ഇന്നില്ല. അപ്പടി കേസാ. ഒരു ബന്ധുക്കളൊക്കെ വന്നാ അല്ലേ, വിശേഷങ്ങളെല്ലാം പറഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ ഒന്ന് സഹായിച്ച് സന്തോഷമായിട്ട് അതിൻ്റെ ഒരു പകർച്ചയും കൂടെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് വന്നാലോ വെള്ളം വേണ്ട, ശ്വസിക്കാൻ പോലും സമയമില്ല. ഒരു 6 മണിക്കൂർ നേരത്തേക്ക് ശ്വസിക്കാതെ ഉള്ളിൽ തന്നെ ഇതിങ്ങനെ സംഭരിച്ചു വെക്കുന്ന വല്ലോ യന്ത്രം കിട്ടിയാൽ അതും നമുക്ക് സന്തോഷം. ഇത്രത്തോളം ഒന്നും പോകണ്ട. അപ്പം നമുക്ക് ഈ പഴയ ആ രീതിയിലേക്കൊക്കെ ഒന്ന് തിരിച്ചു വരണം. ഇപ്പം യോഗ ഒക്കെ അല്ലേ, ഇടയ്ക്കൊക്കെ ഒന്ന് താളം തെറ്റുന്നുണ്ടെങ്കിലും അല്ലേ, നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള നല്ല സത്പ്രവർത്തികൾ, ഇതിനെ അതിൻ്റെതായ ഒരു മുന്നേറ്റമുണ്ടാകും. നല്ലൊരു ഗതി, സദ്ഗതി ഇതിന് വരാതിരിക്കില്ല. അപ്പം നമ്മൾ നിസ്സാരമായ കാര്യങ്ങളായിട്ട് കണ്ട് താൽക്കാലികമായ പ്രവർത്തനങ്ങളായിട്ട് കാണാതിരിക്കുക. നമുക്കേ പലതും മാതൃകാപരമായി ചെയ്യാൻ പറ്റും. അതിൻ്റെതായ ഒരു സംവിധാനമാണ്, എന്താ അതിന് പറയുന്നത്, ഒരു സെറ്റപ്പാണ് സത്യത്തിൽ നമുക്ക് ഉള്ളതല്ലേ എന്ന് പറഞ്ഞാൽ യോജിച്ച് പ്രവർത്തിക്കാവുന്ന എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. അപ്പോൾ അവിടെ ഒരു അല്പം ത്യാഗവും കൂടി എല്ലാവരും കാട്ടേണ്ടതാണ്. അതിനൊരു സന്മനസ് എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമുക്ക് ഛേദമില്ലാത്ത പല കാര്യങ്ങളുണ്ട്, അതാകട്ടെ കൂടുതൽ കൂടുതൽ നമുക്കും പ്രയോജനകരമാണ്, മറ്റുള്ളവർക്ക് അത് ആശ്വാസകരമാണ്. അങ്ങനെയുള്ള എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കാം. നിസാരം അല്ലേ, വള്ളിയുടെ വലിപ്പം കുറഞ്ഞു പോയി, അതിനെക്കുറിച്ച് വേണമെങ്കിൽ നമ്മൾ നേരത്തോട് നേരെ ഇരുന്ന് ചർച്ച ചെയ്യും. അതൊക്കെ അങ്ങ് വിട്. അപ്പോൾ അതിനെ ഇതുപോലെ മനോഹരമായ, ഇതുപോലെ സുസജ്ജമായ, ഇതിന് എന്തെല്ലാം സാധ്യതകളുണ്ടോ, ഒരു ട്രസ്റ്റാണെന്ന് ഓർക്കണം. അതിന്റെ അനന്ത സാധ്യതകളെ കുറിച്ച് നമ്മൾ കാലം ചെല്ലും തോറും അതിൻ്റെതായ വഴക്കവും പദവി അല്ലേ, യോഗ്യതയൊക്കെ ആർജിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മളും കൂടി എല്ലാവരും കൂടി ഒന്ന് മനസ്സ് തുറക്കേണ്ടതുണ്ട്. അപ്പം നമുക്ക് ആ വഴിക്കും ചിന്തിക്കാറായി എന്നാണ് സ്വാമിക്ക് തോന്നുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടി ഒന്ന് ഗൗരവ ബുദ്ധിയിൽ എല്ലാവരും എത്തിച്ചേരുക. എല്ലാ നന്മകളും നേർന്നുകൊണ്ട്, ഗുരുദേവാനുഗ്രഹം നേർന്നുകൊണ്ട് ഈ വാക്കുകൾ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.